കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങൾക്ക് ആക്കം കൂട്ടി വീണ്ടും ചുവരെഴുത്ത്. തൃശൂർ ചൂണ്ടൽ ഗുരുവായൂർ റോഡിലാണ് TN പ്രതാപനായി ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. KPCCയുടെ കർശന വിലക്ക് ലംഘിച്ചാണ് വീണ്ടും ചുവരെഴുത്ത്. ഇതിനിടെ CPI നേതാവായ VS സുനിൽകുമാറിന് വോട്ട് അഭ്യർത്ഥിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റർ പ്രചരിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ കൂടുതൽ വിവരങ്ങളുമായി M മനോജ് ചേരുന്നു. മനോജ്, എന്താണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ? തുടർച്ചയായി തൃശ്ശൂരിൽ ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടിയിട്ട്, അതായത് പ്രതാപന് വേണ്ടിയിട്ട് ചുമരെഴുത്തുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. ഇത് തന്നെ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങളെ വ്യക്തമാക്കുന്നത് കൂടിയാണ്. കാരണം കഴിഞ്ഞ 3 ചുമരെഴുത്ത് വന്നപ്പോഴും ഇത് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് മായ്പിച്ചിരുന്നു. അതിനുശേഷവും കൃത്യമായും KPCCയുടെ വിലക്ക് ഉൾപ്പെടെ നിലനിൽക്കുന്ന സമയത്താണ് ഈ പ്രവർത്തകർ വീണ്ടും ഈ ചുമരെഴുത്തുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസം ഒളരിയിലെ കോൺഗ്രസ് ഓഫീസിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ചുമരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതൊക്കെ തന്നെ സുരേഷ് ഗോപിയെ പിന്തുണച്ചുകൊണ്ട് പൊതുജനങ്ങൾ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ പ്രചരണവുമായി രംഗത്ത് വന്നിരുന്നു. അതിനുശേഷം ഈ പൊതുജനങ്ങൾ സാധാരണ എല്ലാവരോടും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്നുള്ള അഭ്യർത്ഥന നടത്തുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഇത് തന്നെ കോൺഗ്രസിൽ വലിയ തരത്തിലൊരു പ്രകമ്പനം സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം പ്രധാനമന്ത്രിയുടെ ഒക്കെ സന്ദർശനം കഴിഞ്ഞു പോയ ഒരു അവസരം കൂടിയാണ്. അത്തരത്തിൽ കോൺഗ്രസിനകത്ത് പ്രധാന സീറ്റ് ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രചരണ പരിപാടികൾ നടത്തുന്നത്. ഇതിനിടയിൽ CPIയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള VS സുനിൽകുമാർ, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ VS സുനിൽകുമാറിന് വേണ്ടിയും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം തുടരുന്നുണ്ട്. എന്തായാലും ഇരു മുന്നണികളും മത്സരിച്ച് തന്നെ ഇത്തരത്തിൽ പ്രചരണങ്ങൾ തുടരുന്നുണ്ട്. കാരണം ഇതിന്റെ ഉള്ളിൽ തന്നെയുള്ള ഗ്രൂപ്പ് തർക്കങ്ങൾ ഇത്തരത്തിൽ വളരെ ശക്തിയാർജിച്ചുകൊണ്ടാണ് ഈ പ്രചരണങ്ങൾ നടത്തുന്നത്. അത് തന്നെ നേതാക്കൾക്ക് തലവേദനയായി മാറുകയാണ്. നേതാക്കൾ ഇടപെട്ടുകൊണ്ട്, അതായത് പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ഇത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ആ വിലക്കൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നത്. ഇത് പ്രതാപന് വേണ്ടിയിട്ടുള്ള സീറ്റ് ഉറപ്പിക്കലാണ് ഇപ്പോൾ നടത്തി വരുന്നത് എന്നാണ് ഉയരുന്ന ആക്ഷേപം. കാരണം മറ്റൊരു സ്ഥാനാർത്ഥി പ്രതാപന്റെ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുമോ എന്നുള്ള ഒരു ആശങ്ക കോൺഗ്രസിൽ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ പ്രതാപന് വേണ്ടിയിട്ടുള്ള ചുമരെഴുത്തുകൾ തുടരുന്നത്. എന്തായാലും ഇതൊരു ഗ്രൂപ്പ് തർക്കത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലാണ് ഇപ്പോൾ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം CPIയിലും ഈ സുനിൽകുമാറിന്റെ സീറ്റ് ഉറപ്പിക്കുന്ന തരത്തിലാണ് ഈ ഒരു പ്രചരണം ആരംഭിച്ചിട്ടുള്ളത്. ഇതൊക്കെ തന്നെ കൃത്യമായും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത് ആവേശഭരിതരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെയാണ് ഇതിന് പിന്നിലെന്നാണ്. എന്നാലും പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് ഉയരുന്ന ആക്ഷേപം. കാരണം ഇത്തരത്തിൽ ഓരോ ചുമരെഴുത്തുകൾക്കും നേതൃത്വം നൽകുന്നത് പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ തന്നെയാണ്. അതിൽ തന്നെ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനുള്ളിലെ ഒരു പോര് തുടരുന്ന സാഹചര്യമുണ്ടായിരുന്നു. നേരത്തെ തന്നെ ബ്ലോക്കുകളിലായാലും മീറ്റിങ്ങുകൾ നടക്കുമ്പോഴായാലും പലതരത്തിൽ രഹസ്യ മീറ്റിങ്ങുകൾ നടന്ന സാഹചര്യമുണ്ടായി. ഇതൊക്കെ തന്നെ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങളെയൊക്കെ വിളിച്ച് പറയുന്ന തരത്തിലായിരുന്നു യോഗങ്ങളൊക്കെ നടന്നിരുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം തൃശ്ശൂർ ജില്ലയിൽ വ്യാപകമായി കോൺഗ്രസിന് വേണ്ടി, അതായത് പ്രതാപന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ഉയർന്നു വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ പ്രചരണം ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ വാക്പോരുകൾ സൃഷ്ടിക്കും. കാരണം ഇപ്പോൾ തന്നെ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഈ ചുമരെഴുത്തൊക്കെ മായ്പിച്ചുകൊണ്ട് വലിയ വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിലക്കൊക്കെ ലംഘിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നത് BJP പ്രവർത്തകരല്ല എന്നുള്ളതാണ് മറ്റുള്ള കാര്യം. കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷമാണ് പാർട്ടി നേതൃത്വത്തിൽ പ്രചരണം ആരംഭിക്കുക. അതിനു മുമ്പായിട്ട് പൊതുജനങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുൾപ്പെടെ സുരേഷ് ഗോപിയുടെ ചിത്രം തങ്ങളുടെ വാഹനത്തിന് പുറകിൽ ഒട്ടിച്ചുകൊണ്ട് ആ ഒരു പ്രചരണമായി നടക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ തങ്ങളുടെ സ്ഥാനാർത്ഥിയായി പ്രതാപനെ കൊണ്ടുവരണമെന്നുള്ള ആവശ്യവുമായി ഇത്തരത്തിലുള്ള പ്രചരണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് കണ്ടുകൊണ്ട് തന്നെ CPIയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ 1-2 പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പരക്കെ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ തന്നെ 3 മുന്നണിയും, അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പ്രഖ്യാപനമുണ്ടാകും. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഔദ്യോഗികമായി യാതൊരു പ്രചരണ പരിപാടിയും ആരംഭിച്ചിട്ടില്ല. എന്നാൽ കോൺഗ്രസിനും CPIയും
നേതാക്കളുടെ സീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണ പരിപാടികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതൊക്കെ തന്നെ നേതാക്കൾക്ക് തലവേദനയായി മാറുകയും വലിയ തരത്തിലൊരു ഗ്രൂപ്പ് തർക്കത്തിലേക്ക് പോകുവാനും ഇത് വഴിവെക്കുമെന്നതിൽ മാറ്റമില്ല. തൃശ്ശൂരിൽ നിന്ന് എം മനോജാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.